ചോദിക്കണം എന്നറിയാത്തൊരവസ്ഥ. ഞങ്ങള് കോഴിക്കോടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, മറ്റേ അഡോറ അവരെ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പൊ അവര് എനിക്ക് ഹാരിസ് അയച്ചെന്ന വീഡിയോയിലുണ്ടായിരുന്നു അവരെങ്ങനെ ചെയ്യണം നിങ്ങൾക്ക്? അവര് കടയിലേക്ക് 5000 രൂപയ്ക്കുള്ള സാധനം എടുക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇല്ല 5000 അധികം എടുക്കരുത് എന്ന് പറയും. കാരണം നമുക്ക് മാത്രല്ലല്ലോ, അവർക്ക് ഒരുപാട് രോഗിയൊക്കെ സഹായിക്കേണ്ടതാ. അതും ഇത്ര മാസം. ബാക്കി പൈസക്ക് ബാക്കി എന്ത് ചെയ്യും? പപ്പടം പേപ്പർ ബാഗ് ഇതെല്ലാം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഇവിടെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? തന്നെ ഇപ്പൊ ഇവിടത്തേക്ക് മാറിയപ്പം കുറച്ച് ഒന്ന് സെറ്റായിട്ട് ആക്കാന്ന് വിചാരിച്ചിട്ടാ. മുറ്റമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോ മൊത്തം പൊടിയൊക്കെ അല്ലേ? അവിടെ കുറച്ച് നല്ല സൗകര്യം. ഇതാണ് ഈ വീടാണ് മേടിച്ച വീട്. പക്ഷെ 4 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. 15.5 കൊടുക്കണം. അവര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവില്ലെങ്കിൽ 4 ലക്ഷം തിരിച്ചു തരാനെല്ലാം പറയുന്നുണ്ട്. അപ്പോഴെങ്കിലും പോയി കണ്ടിട്ട് എങ്ങനെങ്കിലും, അല്ലെങ്കിൽ വീടില്ലാത്ത കുറെ കുട്ടികളുണ്ട്, അവരെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞങ്ങള് ഇത് വാങ്ങണമെന്ന് വിചാരിച്ചല്ല, വാടകയ്ക്ക് ചോദിച്ചതാണ്. പക്ഷെ ഇവിടെയൊന്നും ആരും ഒരു കെട്ടിടം വാടക ഇങ്ങനത്തെ കുട്ടികളായോണ്ടേ വീട് ചീത്തയാക്കും, ബാത്റൂം ബ്ലോക്ക് ആക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ വാങ്ങിയതാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കാനൊന്നും ഇല്ല അല്ലെ? ഇല്ല, ക്ലാസ് പഞ്ചായത്ത് നിന്ന് പറഞ്ഞു സ്ഥലം നമ്മളെ പേരിലായ അവര് ബിൽഡിങ്ങിന് ഫണ്ട് അനുവദിക്കാൻ. 21 സെന്റ്. ബേക്കില് ബിൽഡിങ് എടുക്കുന്നവരെ ഇവിടെ നിൽക്കാം. 51 കുട്ടികൾ അഡ്മിഷനിലുണ്ട്. പക്ഷേ 26 കുട്ടിയൊക്കെ നമ്മളിപ്പോൾ അഡ്മിഷൻ ഇവിടുത്തെ സൗകര്യം നോക്കിയിട്ട് അതിൽ 22 കുട്ടികളെ സ്ഥിരം നിർത്തുന്നുള്ളൂ. ഇതാണ് പഠിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞാനെന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കൊണ്ടുവരാം. വേണ്ടി വരുമല്ലോ. അപ്പൊ ബുക്സും